അടുക്കളയിൽ നിന്നും ഓടിവന്ന വേദയും മറ്റും കാണുന്നത് ഒരു സ്ത്രീ രഘുരാമന്റെ ഷട്ടിൽ പിടിച്ചുലയ്ക്കുന്ന ദൃശ്യമാണ്. അഴിച്ചിട്ട അലസമായ മുടിയും കീറിയതും മുഷിഞ്ഞതുമായ ഒരു സാരി ഉടുത്ത് കണ്ടാൽ ഭയം തോന്നിക്കുന്ന ഒരു സ്ത്രീ. രഘുരാമനെ നിഗ്രഹിക്കാനുള്ള അത്രയും ദേഷ്യം അവളുടെ കണ്ണുകളിൽ കാണാൻ വേദയ്ക്ക് കഴിഞ്ഞു. അവളെ തടഞ്ഞുകൊണ്ട് ദ്വാരകയിലെ കുറച്ച് പണിക്കാരും കുറച്ചു നാട്ടുകാരും മറ്റും നിൽപ്പുണ്ട്. അവർ എത്ര ശ്രമിച്ചിട്ടും ആ സ്ത്രീ രഘുരാമന്റെ ഷട്ടിൽ നിന്നും പിടിവിട്ടിരുന്നില്ല. ഒടുവിൽ ഒരു വയസ്സായ സ്ത്രീയും പുരുഷനും അവിടെ കോടി വന്നു. അവർ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. കഴിയാതെ വന്നതും ആ വൃദ്ധൻ അവിടെ കിടന്നിരുന്ന ഒരു മടലെടുത്ത് അവളുടെ മുതുക താഞ്ഞടിച്ചു. വേദന കൊണ്ട് ആ സ്ത്രീ രഘുരാമന്റെ ഷട്ടിൽ നിന്നും പിടിവിട്ടു. അത് ആ സ്ത്രീയുടെ അച്ഛനും അമ്മയുമായിരുന്നു. പിന്നെയും പിന്നെയും അയാൾ അവളെ പൊതിരെ തല്ലി. അത് തടയാൻ അവളുടെ അമ്മ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ നിർത്തിയില്ല. പെട്ടെന്ന് രഘുരാമൻ ആ മടലിൽ പിടുത്തമിട്ടു. എന്താ വേലുച്ചേട്ടാ ഈ കാണിക്കുന്നേ? ഇതിപ്പോ അവൾക്കാണോ അതോ നിങ്ങൾക്കാണോ അസുഖമുള്ളത്? വയ്യ മോനെ, ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. ഒരു തെറ്റും ചെയ്യാത്ത മോനെ ഇവളിപ്പോ എത്ര തവണയാണ്. ഇനി കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. അയാൾ വിതുമ്പി കരയാൻ തുടങ്ങി. വേലുച്ചേട്ടാ, എന്താ ഇത്? ഞാൻ എത്ര നാളായി പറയുന്നു ഇവളെ പട്ടണത്തിലെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാൻ. എല്ലാ ചെലവുകളും ഞാൻ നോക്കാമെന്നും പറഞ്ഞതല്ലേ. എന്നിട്ടും അതൊന്നും കേൾക്കാതെ ഒഴിഞ്ഞു മാറുന്നത് എന്തിനാ വേലുച്ചേട്ടാ? വേണ്ട മോനെ, അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ കൊണ്ട് മോൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആശുപത്രിയിലൊക്കെ പോയാൽ ഒരുപാട് കാശ് ചിലവാകും. ഇനിയും മോനെയും ദ്വാരകയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ ഞങ്ങൾക്ക്. അവളുടെ വിധി, അങ്ങനെ കരുതിക്കോളാം ഞങ്ങൾ. അതും പറഞ്ഞ് അയാൾ നിലത്ത് കിടക്കുന്ന ആ സ്ത്രീയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും പോയി. എന്താ ചേച്ചി പ്രശ്നം? ഏതാ ആ സ്ത്രീ? എന്തിനാ വല്യേട്ടനോട് അങ്ങനെ പെരുമാറിയത്? തന്നിൽ ഉടലെടുത്ത സംശയം വേദ സാവിത്രിയോട് ചോദിച്ചു. അത് വേലായുധൻ ചേട്ടന്റെയും ജലജ ചേച്ചിയുടെയും മകളാണ്, മായാലക്ഷ്മി. വേലുചേട്ടൻ കൂലിപ്പണിക്കാരനാണ്. ജലജ ചേച്ചി ഇടയ്ക്ക് ഇവിടെ പണിക്ക് വരാറുണ്ട്. നാണിയമ്മ ഇല്ലാത്തപ്പോ ജലജ ചേച്ചിയാ ഇവിടെ വരുന്നത്. അവരുടെ ഒരേ ഒരു മകളാണ് മായാലക്ഷ്മി. നല്ല കുട്ടിയായിരുന്നു. ഒരു ദിവസം നാണിയമ്മ ഇല്ലാത്തത് കൊണ്ട് ജലജ ചേച്ചി ഇവിടെ വന്നിരുന്നു. അന്ന് നേരം ഒരുപാട് വൈകിയതുകൊണ്ട് ചേച്ചിയെ ഒറ്റയ്ക്ക് വിടാൻ കഴിഞ്ഞില്ല. ഞാൻ തന്നെയാണ് രഘുവേട്ടനെ ജലജ ചേച്ചിയെ കൊണ്ടു ചെന്നാക്കാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ അവർ അവിടെ ചെന്നപ്പോ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന മായയാണ് കാണുന്നത്. ജലജ ചേച്ചി നിലവിളിച്ചുകൊണ്ട് അവളെ ഒരു പുതപ്പെടുത്ത് പുതച്ചു. ബോധമില്ലാത്തതുകൊണ്ട് ഏട്ടൻ അവിടെ ഇരുന്ന ഒരു മങ്കുടത്തിൽ നിന്നും വെള്ളമെടുത്ത് അവളുടെ മുഖത്തൊഴിച്ച് അവളെ തട്ടി വിളിച്ചു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നതും മുന്നിൽ കണ്ട ഏട്ടനെ കണ്ട് അവളെ നശിപ്പിച്ചത് ഏട്ടനാണെന്ന് കരുതി അലറി വിളിച്ചു. എത്ര പറഞ്ഞിട്ടും അവൾക്ക് സത്യാവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അന്നു മുതൽ അവൾ ഇങ്ങനെയാ. ഇപ്പോ ഒരു മുഴുഭ്രാന്തിയായി മാറി. ഇടയ്ക്ക് ഇതുപോലെ ഇവിടേക്ക് വന്ന് ഏട്ടനെ ഉപദ്രവിക്കും. പാവം, തിരിച്ചൊന്നും ചെയ്യില്ല ഏട്ടൻ. എന്തിന് ഒന്ന് പിടിച്ചു മാറ്റുക പോലും ചെയ്യില്ല. ഞാൻ കാരണമാ ഇതൊക്കെ അനുഭവിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഏട്ടൻ പോകില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അത് പറഞ്ഞു കരഞ്ഞപ്പോൾ രഘുരാമൻ സാവിത്രിയുടെ അടുത്തെത്തി. ഷേ, എന്റെ പെണ്ണ് കരയുവാണോ? നീ കാരണം ഒന്നുമല്ല എന്റെ സാവിത്രിയെ. അന്ന് അങ്ങനെ നടക്കാനാണ് വിധി. വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. രഘുരാമൻ സാവിത്രിയെ ചേർത്ത് പിടിച്ചു. വല്യേട്ടാ, അവര് വന്ന് ഉപദ്രവിക്കുമ്പോ മാറി നിന്നൂടെ? എന്തിനാ ഒന്നും ചെയ്യാതെ നിൽക്കുന്നേ? അസുഖമുള്ള സ്ത്രീയല്ലേ, എന്തെങ്കിലും അവിവേകം കാണിച്ചാലോ? വേദ ഭയത്തോടെ അവനോട് പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല മോളെ. അവളൊരു പാവം കുട്ടിയായിരുന്നു. ആരോ അവളെ കളങ്കപ്പെടുത്തി. അതിന്റെ ആഘാതത്തിൽ അവളുടെ സമനിലയും തെറ്റി. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. അവളല്ലല്ലോ, അവളുടെ ഉള്ളിലുള്ള അസുഖമല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അവളെ ഞാൻ പിടിച്ചു മാറ്റാത്തത് അവളിൽ ഞാൻ എന്റെ സംഗീതയെ കണ്ടുപോയി. അവള് മാത്രമല്ല, മോൾ ഉൾപ്പെടെ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെ കാണുമ്പോഴും എനിക്കെന്റെ സംഗീതയെ ഓർമ്മ വരും. എന്റെ കുട്ടിയെ കാണാതായിട്ട് ഇതുവരെ ഒരു അറിവുമില്ല.
അതുകൊണ്ടാ ഞാൻ ഒന്നിനും എതിർക്കാത്തത്. എന്നെ കുറച്ച് ഉപദ്രവിച്ചാൽ ആ മനസ്സിനെ കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പാവം. അത്രയും പറഞ്ഞുകൊണ്ട് രഘുരാമൻ മായ പോയ വഴിയെ നോക്കി നിന്നു. അപ്പോഴും സാവിത്രി രഘുരാമന്റെ നെഞ്ചിൽ കിടന്ന് കരയുകയാണ്. സംഗീതയെപ്പറ്റി പറഞ്ഞതും ഈ സംഭവവും അവളെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ദേ സാവിത്രി, നീ ഇങ്ങനെ കരഞ്ഞാൽ നമ്മുടെ കുഞ്ഞും കരയും. അവനും ബുദ്ധിമുട്ടാകില്ലേ? എന്റെ കുട്ടി എന്താ അതൊന്നും ആലോചിക്കാത്തെ? അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. രഘുരാമൻ അവളുടെ കണ്ണുനീരുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. പിന്നീട് അവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി. വേദ ഇതെല്ലാം കണ്ടും കേട്ടും അങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ആദിയുടെ അടുത്തേക്ക് ചെന്നു. എന്തായിരുന്നു വേദ അവിടെ ഒരു ബഹളം? ഞാൻ വന്ന് നോക്കിയപ്പോ ആരെയും മുറ്റത്ത് കണ്ടില്ല. അത് ആ മായയില്ലേ, ഭ്രാന്തി പെണ്ണ്. അവര് വല്യേട്ടനെ ഉപദ്രവിക്കാൻ വന്നതായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ വിശദമായി വേദ ആദിയോട് വിവരിച്ചു. മായയെ പറ്റിയുള്ള കഥ ആദിക്ക് അറിയാമായിരുന്നു. അവനെല്ലാം മൂളിക്കേട്ടു. അതുകൊണ്ടാ വേദ എനിക്ക് വല്യേട്ടനോട് ഒരു കാര്യത്തിലും എതിർത്ത് സംസാരിക്കാൻ കഴിയാത്തത്. എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന നല്ല മനസ്സാണ് എന്റെ ഏട്ടന്റേത്. ദ്വാരകയുടെ പഴമക്കാർ ചെയ്തു വെച്ചിരുന്ന നന്മയും സഹായവും അതുപോലെ തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് വല്യേട്ടനാണ്. നമ്മുടെ വിവാഹക്കാര്യം വല്യേട്ടൻ എന്നോട് പറഞ്ഞപ്പോ എതിര് പ്രകടിപ്പിക്കാതെ പോയതും അതുകൊണ്ട് തന്നെയാ. വല്യേട്ടൻ എല്ലാം നല്ലതിനു വേണ്ടി മാത്രമേ ചെയ്യൂ. അതുകൊണ്ടല്ലേ എനിക്ക് വേദയെ കിട്ടിയത്. അത് കേട്ടതും വേദ മെല്ലെ ചിരിച്ചു. അപ്പോഴാണ് രാജേശ്വരി അവിടേക്ക് വരുന്നത്. മക്കളെ, നാളെയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകേണ്ടത്. വിവാഹം കഴിഞ്ഞ് വേദമോൾ ഇതുവരെ ക്ഷേത്രത്തിൽ കയറിയിട്ടില്ലല്ലോ. നാളെ രാവിലെ പോകാം കേട്ടോ. ആദി, സന്ധ്യയ്ക്ക് നമുക്ക് ഇറങ്ങണം. ഒരുപാട് ചടങ്ങുകളുണ്ട്. അമ്മേ, അപ്പോ ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ വരണ്ടേ? വേദ തന്റെ സംശയം പ്രകടിപ്പിച്ചു. വേണ്ട മോളെ, ഇന്നല്ല, നാളെയാണ് മോള് വരേണ്ടത്. രാജേശ്വരി അവളുടെ കവിളിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. അതെന്താമേ അങ്ങനെ? സംശയത്തോടെ അവൾ അവരെ നോക്കി. തലമുറകളായി ഈ തറവാട്ടിൽ അനുഷ്ഠിച്ചു വരുന്ന ചില ആചാരങ്ങളും ചടങ്ങുകളുമുണ്ട്. ദ്വാരകയിൽ ഒരു വിവാഹം നടന്നാൽ ഈ കുടുംബത്തിന് പുറത്തുനിന്ന് വരുന്ന വധുവോ വരനോ ആരായാലും അവർ കുടുംബക്ഷേത്രത്തിൽ കയറുന്നതിന് മുൻപ് ദേവിയുടെ അനുവാദം വാങ്ങണം. അതും വിവാഹം കഴിഞ്ഞ് 8 ദിനങ്ങൾ കഴിഞ്ഞ് 9-ാം ദിവസം മാത്രമാണ് അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാകൂ. അതിനുവേണ്ടി ദ്വാരകയിൽ ഓരോ കുടുംബാംഗങ്ങളും തലേ ദിവസം സന്ധ്യ മുതൽ പിറ്റേന്ന് പുലർച്ചെ 3-4 മണിവരെ പൂജകളും മറ്റുമായി ക്ഷേത്രത്തിലുണ്ടായിരിക്കണം. പൂജകളെന്ന് പറയുമ്പോ ദേവിയുടെ അനുവാദം വാങ്ങൽ ചടങ്ങാണ്. കുടുംബത്തിൽ ഒരു പുതിയ അംഗം എത്തിയിട്ടുണ്ടെന്നും അവരെ ദേവി അനുഗ്രഹിച്ച് ഈ കുടുംബത്തിലെ ഒരംഗമായി കണ്ട് അനുഗ്രഹിക്കണമെന്നുമുള്ള സങ്കല്പമാണ് അവിടെ നടക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും തന്നെ വേദയ്ക്ക് അറിവുണ്ടായിരുന്ന കാര്യമല്ല. അവൾ അത്ഭുതത്തോടെ അതെല്ലാം കേട്ടുനിന്നു. പൂജകളൊക്കെ കഴിയുമ്പോ തിരുമേനി പ്രശ്നം വെച്ചു നോക്കും. അതിൽ ദേവിയുടെ തീരുമാനം എന്താണോ അത് തെളിഞ്ഞു വരും. അങ്ങനെ ദേവിയുടെ അനുവാദം കിട്ടിയെന്നറിഞ്ഞാൽ എല്ലാവരും തിരികെ ദ്വാരകയിലെത്തി കുളിച്ച് ശുദ്ധിയായി ആ വധുവിനെയോ വരനെയോ കൂട്ടി സൂര്യോദയം കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തും. അതാണ് ചടങ്ങ്. ഈ കഴിഞ്ഞ കാലം അത്രയും ഇതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആരും അതിൽ വീഴ്ച വരുത്തിയിട്ടുമില്ല. അമ്മേ, ദേവിയുടെ അനുവാദം ലഭിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? ആകാംക്ഷയിൽ വേദ ചോദിച്ചു പോയിരുന്നു. വീണ്ടും 9 ദിനങ്ങൾ കൂടി കാത്തിരിക്കണം. അടുത്ത 9-ാം നാൾ ഇതുപോലെ വീണ്ടും പൂജ നടക്കും. അതിനു മുൻപ് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ദേവിയെ തൃപ്തിപ്പെടുത്തിയിരിക്കും. അങ്ങനെയാണ് പതിവ്. എന്റെ കുട്ടി വിഷമിക്കണ്ട, നിന്നെ ദേവി സ്വീകരിക്കും. രാജേശ്വരി വേദയുടെ നെറുകയിൽ തലോടിക്കൊണ്ടു പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ? ചെറിയ പേടിയോടെ വേദ ചോദിച്ചു. മോള് പേടിക്കണ്ട, നാണിയമ്മ ഉണ്ടാവും കൂട്ടിന്. പിന്നെ സാവിത്രിയെ കുറച്ചു കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്നു വിടും. അവളെ ഗർഭിണിയല്ലേ, അത്രയും നേരം ഉറക്കമുളച്ചിരിക്കുന്നത് ശരിയല്ല.
അത് കേട്ടതും വേദയ്ക്ക് ആശ്വാസം തോന്നി. അത്രയും പറഞ്ഞ് രാജേശ്വരി അവിടെ നിന്നും പോയിരുന്നു. വേദയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ആദി അവളുടെ അടുത്തായി വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കൂടി ആലോചിക്കുമ്പോ പേടിയാ. പിന്നെ നാണിയമ്മ ഉണ്ടല്ലോ കൂട്ടിന്. പോരാത്തതിന് ചേച്ചിയെ തിരിച്ചു കൊണ്ടാക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ പേടിയില്ല. വേദ ചെറിയ ചിരിയോടെ പറഞ്ഞു. വേദയ്ക്ക് ഈ ആചാരങ്ങളൊക്കെ ഇഷ്ടമാണോ? ഇതൊക്കെ കെട്ടുകഥകളും അന്ധവിശ്വാസമായി തോന്നുന്നുണ്ടോ? ആദി മേശയുടെ അടുത്തായി ഇട്ടിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇതൊക്കെ അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. ആദിയേട്ടനോ? എനിക്കും വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ മനുഷ്യർ തന്നെ സൃഷ്ടിക്കുന്നതല്ലേ. അതിനോട് അത്ര വലിയ വിശ്വാസമില്ല. എങ്കിലും മറ്റൊരു ജീവനും ഉപദ്രവമില്ലാത്ത രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഞാൻ വിമർശിക്കില്ല. അത്രേ ഉള്ളൂ. അത് കേട്ടതും വേദ അവനെ മിഴിച്ചു നോക്കി. അവൾക്കും ഇതേ അഭിപ്രായമായിരുന്നു. തനിക്കും ആദിക്കും ഒരേ ചിന്താഗതിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കുറച്ചു നേരം അവർ പരസ്പരം മിണ്ടിയും പറഞ്ഞും അങ്ങനെ ഇരുന്നു. നേരം സന്ധ്യയാകാറായതും ദ്വാരകയിൽ നിന്നും എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിന്നു. ആദിയും മറ്റും വേദയോട് യാത്ര പറഞ്ഞ് നാണിയമ്മയെ അവൾക്ക് കൂട്ടായി നിർത്തി അവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞതും നാണിയമ്മ വേദയ്ക്ക് ഒരു ഗ്ലാസ് പാലുമായി മുറിയിലെത്തി. എന്താ നാണിയമ്മേ പതിവില്ലാതെ പാലൊക്കെ? ഞാൻ രാത്രിയിൽ പാല് കുടിക്കാറില്ലല്ലോ. രാജേശ്വരി അമ്മയും സാവിത്രിക്കുട്ടിയും രാത്രി പാല് കുടിച്ചിട്ടാണ് കിടക്കാറ്. ഇന്നിപ്പോ അവരില്ലല്ലോ. പാല് വെറുതെ കളയാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ടാ മോൾക്ക് കൊണ്ടുവന്നേ. ദാ ഇത് കുടിച്ചോളൂ. നല്ല ഉറക്കം താനേ വന്നോളും. നാണിയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങി വേദ കുടിച്ചു. ശേഷം ആ ഗ്ലാസ് തിരികെ അവരുടെ കയ്യിൽ കൊടുത്തു. മോളെ, എന്താവശ്യമുണ്ടായാലും എന്നെ വിളിച്ചാ മതി. ഞാൻ താഴെ ഉണ്ടാവും. കുറച്ചു കഴിയുമ്പോൾ സാവിത്രിക്കുട്ടിയെ കൊണ്ടുവരില്ലേ. അതുകൊണ്ട് ഞാൻ താഴെ കിടക്കാമെന്ന് വെച്ചു. അതോ മോൾക്ക് പേടിയാണോ ഒറ്റയ്ക്ക് കിടക്കാൻ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിലത്ത് കിടക്കാം. വേണ്ട നാണിയമ്മേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ കിടക്കും. സാവിത്രി ചേച്ചി വന്നാ നാണിയമ്മ അടുത്തുണ്ടാവണം. അതുകൊണ്ട് താഴെ ചെന്ന് കിടന്നോളൂ. വേദ പറഞ്ഞതനുസരിച്ച് നാണിയമ്മ താഴേക്ക് പോയിരുന്നു. വേദ മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങളിൽ നിന്നും ഒരെണ്ണം എടുത്ത് കട്ടിലിൽ വന്നിരുന്നു. പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന വേദ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അല്പസമയം കഴിഞ്ഞതും അവളുടെ മുറിയിൽ ഒരാൾ കയറി വന്നു. വശ്യമായ ചിരിയോടെ അവൻ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. ഞാൻ എത്ര നാളായി കാത്തിരുന്ന നിമിഷമാണിതെന്ന് അറിയുമോ വേദാൻഷി? നിന്നെ കണ്ട നാൾ മുതൽ ഈ ശരീരത്തെ സ്വന്തമാക്കാൻ, നിന്നിൽ ഭ്രമിച്ചു ചേരാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചുവെന്ന് നിനക്കറിയുമോ? അവൻ അവളുടെ മാറിൽ കിടന്ന പുസ്തകം എടുത്തെറിഞ്ഞു.